സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ തുടരുക തന്നെയാണ്. അതിൽ ബുദ്ധിമുട്ടേറുന്നത് ഈ മലയോര മേഖലയിലെ ജനങ്ങളാണ്. ഇപ്പോൾ കണ്ണൂർ കേളകത്ത് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയത്. ഇതിൽ കടുവയ്ക്കാനുള്ള തെരച്ചിൽ ഇന്നും തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂടം കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് വനം വകുപ്പ്. സ്ഥലത്ത് ഇന്ന് വൈകിട്ട് വരെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ അർജുൻ PS ഉണ്ട് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഈ കണ്ണൂരിനെ വിറപ്പിച്ചുകൊണ്ട് കടുവ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഭീതി കൂടുകയാണ് ജനങ്ങൾക്ക്. കൂടൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വനം വകുപ്പ് എന്താണ് പറയുന്നത്? ഇന്നും തെരച്ചിലൊക്കെ തന്നെ തുടരുമോ? കേളകത്തെ അടക്കാത്തോട് കരിയൻകാപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയത്. കടുവ ഇറങ്ങിയതിനെ തുടർന്ന് വൈകിട്ട് വരെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടന്നിരുന്നു. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതായത് കടുവ വീണ്ടും വനത്തിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നുള്ള നിഗമനത്തിലായിരുന്നു വനം വകുപ്പ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ വനമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയി എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു വനം വകുപ്പ്. പിന്നീട് നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ കടുവയെ കൂടുതലായി തെരച്ചിൽ നടത്തണമെന്ന്. അങ്ങനെയാണ് ഇന്ന് കൂടി തെരച്ചിൽ നടത്തുവാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായത്. തുടർന്ന് ഇന്ന് രാവിലെ മുതൽ ഇവിടെ പരിശോധന നടത്തുന്ന അല്ലെങ്കിൽ കടുവയെ കണ്ടെത്തുവാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ആ സ്ഥലത്ത് കൂട് സ്ഥാപിച്ചുകൊണ്ടാണ് ഇപ്പോഴും പരിശോധന നടത്തുന്നത്. അതായത് കൂട്ടിൽ കടുവ കുടുങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനം വകുപ്പുള്ളത്. മാത്രമല്ല അവിടെ ആളുകളെ കൂടുതൽ പാനിക്കാക്കാതെ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ഇറങ്ങി നടക്കാത്ത വിധം അവിടെ ഒരു നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തുടങ്ങിയ ഈ തെരച്ചിലാണ്. പക്ഷേ വൈകുന്നേരത്തോടെയും ഫലം കണ്ടില്ല. തുടർന്നാണ് ഇന്ന് രാവിലെ കൂടി പരിശോധന നടത്താൻ വനം വകുപ്പ് തയ്യാറായത്. ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും ഇതിനു മുൻപും ഇവിടെ കടുവയും അതുപോലെ തന്നെ മറ്റു വന്യജീവികൾ അടക്കം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ ഭീതിയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. കഴിഞ്ഞ തവണയാണ് ഇതിന്റെ തൊട്ടപ്പുറത്തു നിന്നും ഒരു കടുവയെ പിടികൂടുന്നത്. ആ കടുവ ചത്തുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏകദേശം ഈ പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് ആ കടുവയെ പിടികൂടുന്നത്. ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. ഈ കേളകം അതുപോലെ തന്നെ കൊട്ടിയൂർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തികച്ചും ഒരു വനമേഖലയാണ്, അല്ലെങ്കിൽ കർഷകരടക്കമുള്ള സ്ഥലങ്ങളാണ്. ആ ഒരു സ്ഥലത്ത് കർഷകർ സ്ഥിരമായി രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങുന്നവരുണ്ട്. അത്തരത്തിൽ ഇറങ്ങുന്നവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള വന്യജീവികൾ ഉണ്ടാക്കുന്നത്. ആളപായം വരെ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് രാവിലെ ടാപ്പിങ്ങിന് പോകുന്നവർ വലിയ രീതിയിലുള്ള വെളിച്ചമൊന്നുമില്ലാത്ത ഈ സമയത്തായിരിക്കും ടാപ്പിങ്ങിന് പോവുക. മാത്രമല്ല മറ്റ് കൃഷി ചെയ്യുന്നവർക്കും വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണുള്ളത്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ആ കടുവയെ കൂട്ടിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. കണ്ണൂർ കേളകത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് വനം വകുപ്പ്. ഒപ്പം നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥലത്ത് ഇന്ന് വൈകിട്ട് വരെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.